സഹോദരങ്ങളെ, വേദഗ്രന്ഥങ്ങളെല്ലാം ഏകനും അദ്വിതീയനുമായ സർവശക്തനായ അള്ളാഹുവിനെ, ദൈവത്തെ, സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നുമുള്ള തത്വങ്ങളാണ് പ്രബോധനം ചെയ്യുന്നത് അടിസ്ഥാനപരമായി എന്നും വേദഗ്രന്ഥങ്ങളുമായി കടന്നു വന്ന ദൈവദൂതന്മാർ, പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ഏകദൈവാദർശത്തിൽ നിന്ന് മനുഷ്യർ വ്യതിചലിച്ചത് പൈശാചികമായ പ്രേരണകൾ കൊണ്ടാണ് എന്നും ഈ വ്യതിചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടന്നിട്ടുള്ളത് എന്നും വേദഗ്രന്ഥങ്ങൾ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന സന്ദേശങ്ങളെ കളങ്കരഹിതമായി അവതരിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് എന്നും ആ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്നും ഖുർആനും പ്രവാചക ചര്യയും അനുധാവനം ചെയ്തുകൊണ്ടുള്ള ജീവിതം വഴിയാണ് മരണാനന്തരം സ്വർഗപ്രവേശത്തിന് നിമിത്തമാകുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും കഴിയുക എന്നുമുള്ള ആശയങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇവിടെ സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരൻ തോമസിൻ്റെ ചോദ്യം, ഇവിടെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. എന്നാൽ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ്. ഏകനായ ദൈവത്തിൻ്റെ മനുഷ്യരൂപത്തിലുള്ള മാംസധാരണമാണ് യേശുക്രിസ്തു എന്നും യേശുവിന് ശേഷം മനുഷ്യരെ വഴി നടത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ ദൈവം തന്നെ നിലനിൽക്കുന്നു എന്നുമുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഏകദൈവം എന്ന ആശയമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇസ്ലാമികമായ വീക്ഷണമാണെന്ന്. അതേപോലെ തന്നെ മറ്റെല്ലാവർക്കും മാതാവും പിതാവുമുണ്ട്. ക്രിസ്തുവിന് പിതാവ് മാത്രമേ, ഈ പിതാവില്ലാതെയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ദൈവപുത്രനല്ലേ, അല്ലെങ്കിൽ ദൈവമല്ലേ എന്നാണ് ചോദ്യം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്നതാണ് ഏകദൈവം എന്ന ആശയം. ഈ ആശയം അദ്ദേഹം അതിന് ഉപോത്ബലകമായി വെള്ളത്തിൻ്റെ 3 രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെള്ളം തന്നെ ഒരേ സമയം ഐസായും, ദ്രാവക രൂപത്തിലുള്ള ജലമായും, വാതക രൂപത്തിലുള്ള നീരാവിയായും നിലനിൽക്കുന്നത് പോലെ ഏകദൈവം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നിലനിൽക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഇവിടെ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ തത്വം, ഏകനായ ദൈവം അത് 3 രൂപത്തിൽ നിലനിന്നതാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും? ഈ ചോദ്യത്തിന് ബൈബിൾ മറുപടി പറയുന്നു, അല്ല എന്ന്. എങ്ങനെയാണ് അല്ല എന്ന് ബൈബിൾ മറുപടി പറയുന്നത്? യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ സ്നാപനത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശു ആരോടോ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവനുണ്ട്, പ്രാർത്ഥിക്കപ്പെടുന്നവനുണ്ട്. ഒന്നിൻ്റെ മറ്റൊരു രൂപമാണെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കപ്പെടലും കടന്നു വരുന്നില്ല. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയാണ്. പിതാവ് ആകാശത്ത് നിന്ന് ആകാശത്ത് ഉള്ള പിതാവിനെ ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ക്രിസ്തു ഭൂമിയിൽ നിൽക്കുകയാണ്. ഇവിടെ 3 പേരും 3 വ്യക്തികളാണ്. 3 വ്യക്തികളാണ് എന്ന് ഒരിക്കലല്ല, ബൈബിളിലും നിരവധി തവണ നമുക്ക് കാണാൻ കഴിയും. യേശു തന്നെ പഠിപ്പിച്ചത് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്നാണ്. ഏക സത്യദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിലാണ്. ഏക സത്യദൈവം നീയാണ്. ഏക സത്യദൈവമാണ്, ത്രിയേക സത്യദൈവമല്ല. നീ അയച്ചിരിക്കുന്നവനാണ് യേശു ക്രിസ്തു. അയക്കുന്നവൻ എന്ന് പറഞ്ഞാൽ
അതാണ് പ്രവാചകൻ, ദൈവദൂതൻ. ദൂതുമായി അയച്ചിട്ടുള്ള വ്യക്തിയാണ് ക്രിസ്തു യേശു. ആ ദൂതും ലഭിച്ച വ്യക്തിയാണ് ക്രിസ്തു യേശു. യേശു ക്രിസ്തു ഒരിക്കലല്ല, പല തവണ ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. യേശുവിനെ കുറിച്ച് യേശുവിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് യേശു ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസനാണ് എന്നാണ്. യേശുവിനെ കുറിച്ച് ശിഷ്യന്മാർ മനസ്സിലാക്കിയത്, അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയത്, യേശുവിനോടൊപ്പം ജീവിച്ച അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസനാണ് ക്രിസ്തു എന്ന്. അപ്പോസ്തല പ്രവർത്തികളിലെ 3-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും നമ്മുടെ പൂർവ്വപിതാക്കളുടെയും ദൈവം അവന്റെ ദാസനായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയെന്ന്. യേശുവിനെ മഹത്വപ്പെടുത്തി ആരാണ്? സൃഷ്ടികർത്താവായ ദൈവം. ആ ദൈവം ആരാണ്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും പൂർവ്വപിതാക്കളുടെയും എല്ലാം ദൈവമാണ്. അവൻ ആരെയാണ് മഹത്വപ്പെടുത്തിയത്? അവന്റെ ദാസനായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി. ഇത് നമ്മൾ നിരന്തരമായി കാണുന്നു. മാത്രമല്ല, നമുക്കറിയാമല്ലോ, എല്ലായ്പ്പോഴും പറയാറുള്ളതാണ്, യേശു ക്രിസ്തു അദ്ദേഹം ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. പിലാത്തോസിന്റെ പടയാളികൾ അദ്ദേഹത്തെ തെരഞ്ഞു നടക്കുന്നു. യഹൂദ റബ്ബിമാർ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഗെത്സമേന തോട്ടത്തിലേക്ക് ക്രിസ്തു യേശു പോവുകയാണ്. ഗെത്സമേന തോട്ടത്തിൽ പോയി യേശു ക്രിസ്തു മുട്ടുകുത്തിക്കിടന്ന് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിലും. യേശു പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും നിന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇവിടെ യേശു പ്രാർത്ഥിക്കുന്നത് ആരോട്? ഐസും വെള്ളവും നീരാവിയുമായതുപോലെയല്ല, മറിച്ച് യേശു എല്ലാ കഴിവുമുള്ള ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുന്നു, വിനീതനായൊരു ദാസനായി കൊണ്ട് അദ്ദേഹം പറയുന്നു, എനിക്കാഗ്രഹം ഈ കുരിശിന്റെ പാനപാത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, പക്ഷേ നിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്. നീ എനിക്ക് കുരിശ് വിധിക്കുമെങ്കിൽ, നീ എനിക്ക് മരണം വിധിക്കുമെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ സന്നദ്ധനാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം, എൻ്റെ ആശ ഈ പാനപാത്രം, ഈ കുരിശിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്നാണ്. യേശുവാണ് പ്രാർത്ഥിക്കുന്നത്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? യേശുവിനോട് തന്നെ പ്രാർത്ഥിക്കുമോ? യേശുവിനോട് തന്നെ പ്രാർത്ഥിക്കുമോ? തീർച്ചയായും ഇല്ല. അപ്പോൾ അവിടെയെല്ലാം ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് ഏകനായ സ്രഷ്ടാവ് വേറെ, യേശു ക്രിസ്തു വേറെ എന്നുള്ള വസ്തുതയാണ്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏകദൈവം എന്നൊരു ആശയം ഉണ്ടായിരുന്നെങ്കിൽ ബൈബിളിൽ 66 പുസ്തകമുണ്ടല്ലോ. 66 പുസ്തകങ്ങളിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളാണ്. ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ കത്തോലിക്ക ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ ഉൽപ്പത്തി മുതൽക്ക് മാലാഖി വരെയുള്ള പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രവാചകന്മാരുടെ പാഠമാണുള്ളത് എന്ന് യഹൂദന്മാരും ക്രൈസ്തവരും ഒരേപോലെ വിശ്വസിക്കുന്നു. പ്രവാചകന്മാരുടെ പാഠമാണ് അവയിലുള്ളത്. ആ പ്രവാചകന്മാരുടെ പാഠത്തിൽ എവിടെയെങ്കിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിച്ചേർന്നതാണ് ഏകദൈവം എന്നൊരു പാഠമുണ്ടോ? ഇല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടിയാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിച്ചേർന്നത് ഏകദൈവം എന്ന പാഠമുണ്ടായത്? വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിക്കാമെങ്കിൽ ക്രിസ്തു അത് പഠിപ്പിക്കണ്ടേ? ക്രിസ്തു യേശു തന്റെ പരസ്യ പ്രബോധന കാലഘട്ടത്തിലോ അല്ലാത്ത സന്ദർഭത്തിലോ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആശയം പഠിപ്പിച്ചതായി മത്തായിയുടെ സുവിശേഷത്തിലുണ്ടോ? മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ടോ? അതല്ല ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ടോ? അപ്പോസ്തല പ്രവർത്തികളിലുണ്ടോ? അല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളിലുണ്ടോ? മറ്റ് അപ്പോസ്തലിക ലേഖനങ്ങളിലുണ്ടോ? വെളിപാട് പുസ്തകത്തിലുണ്ടോ? ചോദ്യത്തിന് ഉത്തരം ഇല്ല. യേശു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ യേശുവിൻ്റെതായി എൻ്റെ സുഹൃത്ത് ഉദ്ധരിച്ച വാദങ്ങളാണ്. അതെന്താ പറയണത്? യേശു ക്രിസ്തുവിനോട് ഫിലിപ്പോസ് വന്നുകൊണ്ട് ചോദിക്കുന്നു, യേശുവേ, ഗുരു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. ആ സന്ദർഭത്തിൽ യേശു മറുപടി പറയുന്നു, ഫിലിപ്പോസേ, നീ ഇത്ര കാലം എൻ്റെ കൂടെ നിന്നിട്ടും കാര്യം മനസ്സിലാക്കിയിട്ടില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതിനർത്ഥം യേശു ക്രിസ്തു തന്നെയാണ് പിതാവ് എന്നാണോ? എങ്കിൽ ഈ ഫിലിപ്പോസിന്റെ വചനങ്ങൾ ഉദ്ധരിക്കുന്ന ഫിലിപ്പോസിന്റെ വചനങ്ങൾ ഉദ്ധരിക്കുന്നത് ആരാ? യോഹന്നാനാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനമാണ് ഫിലിപ്പോസ് പറയുന്നതായി യോഹന്നാൻ ഉദ്ധരിക്കുന്നത്. ആ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് ഇവിടെ പറഞ്ഞതുപോലെ വചനം ദൈവം, പിന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയിട്ട് 1-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ യോഹന്നാൻ പറയുന്നത് എന്താ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ, പിതാവിനെ എന്നല്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ അവന്റെ മടിയിലിരിക്കുന്നവനായ അവന്റെ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
യേശു ചെയ്തത് എന്താ? ദൈവത്തെ വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകന്മാർ മുഴുവനും ചെയ്ത പണിയാണ്. സൃഷ്ടികർത്താവിനെ വെളിപ്പെടുത്തുക, സൃഷ്ടികർത്താവിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തുക, സൃഷ്ടികർത്താവിന്റെ സവിശേഷതകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന പണിയാണ് പ്രവാചകന്മാർ മുഴുവനും ചെയ്തത്. അതേ പണി ക്രിസ്തു ചെയ്തു. അതിനെക്കുറിച്ചാണ് യേശു പറയുന്നത്. യേശു പറയുന്നത് എന്താ? എന്നെ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? ഞാൻ പിതാവാണെന്നാണോ ക്രിസ്തു പറഞ്ഞത്? എങ്കിൽ അത് ഉദ്ധരിച്ച യോഹന്നാന് പോലും അത് മനസ്സിലായില്ല എന്നാണോ? യോഹന്നാൻ, അത് ഉദ്ധരിക്കുന്ന യോഹന്നാൻ, ആ യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിലിരിക്കുന്നവനായ അവന്റെ പുത്രൻ. ദൈവത്തിന്റെ മടിയിൽ ഇങ്ങനെ യേശു ക്രിസ്തു ഇരിക്കാന്നാണോ? അല്ല, അതൊരു ഉപമാലങ്കാര പ്രയോഗമാണ്. അദ്ദേഹം പറയുന്നത് യേശുവിന് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അവിടെയും ഫിലിപ്പോസിനോട് പറയുന്നത്. ഇതേപോലെ തന്നെ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നില്ലേ? ഞാനും പിതാവും ഒന്നാണ് എന്ന് എവിടെ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ പറയുന്നില്ലേ? ഉണ്ട്, പറയുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്നാണ് എന്ന് പറയുന്നത് യേശുവും ദൈവവും ഒന്നാണ് എന്ന അർത്ഥത്തിലാണോ? ഒന്നാണ് എന്ന അർത്ഥത്തിലാണോ? അത് യോഹന്നാന്റെ സുവിശേഷം പരിശോധിക്കണം. അതിനെ പരിശോധിച്ചാൽ എന്റെ സുഹൃത്തിന് മനസ്സിലാകും ഒന്നാണ് എന്ന അർത്ഥത്തിലല്ല എന്ന്. എന്തുകൊണ്ടാണത്? 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനം കഴിഞ്ഞ് ഒരു 4 പേജ് ഇങ്ങോട്ട് വരച്ചാൽ 17-ാമത്തെ അധ്യായം നമുക്ക് കിട്ടും. 17-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കുക. എന്താ 17-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിലുള്ളത്? യേശു പറയാണ്, പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലുമായതുപോലെ നമ്മൾ ഒന്നായതുപോലെ ഇവരെ നമ്മിലാക്കുകയും ഇവരെ ഒന്നാക്കുകയും ഞങ്ങളെ ഒന്നാക്കുകയും ചെയ്യാൻ പിതാവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥിക്കണത് എന്താ? നമ്മൾ രണ്ടാളും ഒന്നായതുപോലെ ഈ 12 അപ്പോസ്തലന്മാരെയും ഒന്നാക്കിയിട്ട് നമ്മിലാക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യേശുവും പിതാവും ഒന്നായത് കൊണ്ട് അവർ രണ്ടുപേരും ദൈവമാണെങ്കിൽ, അല്ലെങ്കിൽ അവര് യേശുവിന്റെ ദൈവത്വം ആണ് അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ ഈ 12 അപ്പോസ്തലന്മാരെ കൂടി ദൈവമാക്കണമെന്നാണോ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്? ഈ 12 അപ്പോസ്തലന്മാരെയും കൂടി ദൈവമാക്കണമെന്നാണോ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്? തീർച്ചയായുമല്ല. പിന്നെ എന്താണ് അവിടെ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്? ആശയപരമായ ഐക്യപാട്. നമ്മളൊന്നാണ്. നമ്മൾ രണ്ടുപേരും ഒരു ആദർശത്തിന്റെ ആളുകളാണ്, ഒരേ തത്വത്തിന്റെ ആളുകളാണ്, ഒരേ സത്യത്തിന്റെ ആളുകളാണ്. അതേപോലെ ഈ അപ്പോസ്തലന്മാരെ നമ്മുടെ ഈ ആശയത്തിൽ, നമ്മുടെ ഈ ആദർശത്തിൽ, നമ്മുടെ ഈ സത്യത്തിൽ ഉറപ്പിച്ച് നിർത്തേണ്ടവേ എന്ന് ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. അത് തന്നെയാണ് അവിടെയും പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞത്. അതല്ലാതെ രണ്ട് വേറെയാണ് എങ്കിൽ ഇവിടെ പറഞ്ഞതും എന്താവണം? ഇവിടെ പറഞ്ഞത് അപ്പോസ്തലന്മാരും ഒന്നാണെന്ന് പറഞ്ഞത് 12 അപ്പോസ്തലന്മാരും ഒന്നാകണം, മാത്രമല്ല അവരെല്ലാം ദൈവങ്ങളാകണം എന്നാണ് യേശു പ്രാർത്ഥിച്ചതെന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? യഥാർത്ഥത്തിൽ ബൈബിളിൽ ഒരു പുസ്തകത്തിൽ നിന്നും നമുക്ക് ത്രിയേകത്വം നിർദ്ധരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തിന് നേരത്തെ സുഹൃത്ത് കണ്ടുപിടിച്ചതൊന്നുമല്ല വെള്ളവും നീരാവിയും ഐസും എന്നുള്ള വാദമല്ല. അതെല്ലാം ക്രൈസ്തവ മിഷനറിമാർ പറയുന്ന ഉദാഹരണങ്ങളാണ്. ഈ ഉദാഹരണങ്ങൾ പറയുന്നത് എന്തിനാ? വേദപുസ്തക സത്യമായിരുന്നു ഇതെങ്കിൽ അതാണ് പഠിപ്പിച്ചു കൊടുത്താൽ മതി. അത് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇതാ യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നു, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചിരിക്കുന്നു, ഏകനായ ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു. അതിനെന്ത് പഠിപ്പിച്ചു കൊടുത്താൽ മതി? അത് പഠിപ്പിച്ചത് എവിടെയെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടോ? പുറപ്പാട് പുസ്തകത്തിലുണ്ടോ? ലേവ്യ പുസ്തകത്തിലുണ്ടോ? സംഖ്യാ പുസ്തകത്തിലുണ്ടോ? ആവർത്തന പുസ്തകത്തിലുണ്ടോ? യോശുവയുടെ പുസ്തകത്തിലുണ്ടോ? എന്നിങ്ങനെ തുടങ്ങിയിട്ട് മാലാഖിയുടെ പുസ്തകം വരെ എവിടെയെങ്കിലും പഴയ നിയമത്തിലുണ്ടോ? അതുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പുതിയ നിയമത്തിൽ മത്തായിയുടെ, മാർക്കോസിന്റെ, ലൂക്കോസിന്റെ, യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ, അപ്പോസ്തല പ്രവർത്തികളിൽ, കാത്തോലിക ലേഖനങ്ങളിൽ, പൗലോസിന്റെ ലേഖനങ്ങളിൽ, വെളിപാട് പുസ്തകത്തിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് അത് പറഞ്ഞു കൊടുത്താൽ മതി. നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ അതില്ല. ഇല്ലാത്തത് കൊണ്ട് ഐസും അതേപോലെ തന്നെ ചിലപ്പോൾ പറയും മനുഷ്യന് തന്നെ എന്തുണ്ട്? ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇത് ഒരേ മനുഷ്യനിലുള്ള 3 സാധന. ഇതേപോലെ ഒരേ ദൈവത്തിൽ തന്നെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്? വേദപുസ്തക സത്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ടെന്നാൽ ഫോസ്ഫറസിന് 4 രൂപങ്ങളുണ്ട്, മറ്റു പലതിനും പല രൂപങ്ങളുണ്ട്. ഇപ്പോൾ പദാർത്ഥത്തിന് തന്നെ പ്ലാസ്മാവസ്ഥയിൽ പല രൂപങ്ങളുണ്ട്. ഫിസിക്സിന് അതെല്ലാം വിശദീകരിക്കാൻ കഴിയും, ഞാൻ ശാസ്ത്രം പറയല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 33 കോടി ദൈവങ്ങളെ വെക്കുന്ന ആളുകൾക്കും തെളിവായി ഒരേ ദൈവം തന്നെ ഒരുപാട് രൂപങ്ങളിൽ വരാലോ.
അങ്ങനെയെല്ലാം തെളിവ് നമുക്ക് പറയാൻ പറ്റും. അതല്ല,